അപ്പം ഐക്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. അപ്പം നിങ്ങൾ 4 വിമൺ ഓണ്ടർപ്രണേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സാധാരണ സൊസൈറ്റിയിലുള്ള ഒരു റൂമറാണ് ഇങ്ങനെ ഗേൾസ് അല്ലെങ്കിൽ വിമൺ ഇങ്ങനെ ഓണ്ടർപ്രണേഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഈഗോ ക്ലാഷ് ഉണ്ടാവും, അടിയുണ്ടാവും, പിടിയുണ്ടാവും, അവർ തെറ്റി പിരിഞ്ഞ് പോകും, പിന്നെ ആ ബിസിനസ് ബ്രോക്ക് ആവുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു ഇതിൽ 4 വർഷമായിട്ട് എങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു അത് സൊസൈറ്റിയിൽ മാത്രം പറയുന്ന ഒരു സാധനമാണ് ഗേൾസ് തമ്മിൽ ചേരില്ല എന്നുള്ളൊരു സംസാരം. എന്താ വെച്ചാല് ഗേൾസ് തമ്മിൽ ചേർന്നാല് ഏറ്റവും അടിപൊളി ബോണ്ട് അത് തന്നെയാണ് അല്ലെ. ഒരു 1 ഇയർ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ അതെ. പിന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗേൾസ് തമ്മിലാകുമ്പോഴായിട്ട് നമുക്ക് മൂഡ് സ്വിങ് ഉണ്ടാവും, നമ്മൾ അടി കൂടും ഒക്കെ ചെയ്യും. പക്ഷെ അതൊരു ഈഗോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എത്തൂല ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഈ 2 2 ബോയ്സ് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, എപ്പോഴും അടിച്ച് പിരിച്ച് 2 രീതിയിലായിട്ടുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് ഇങ്ങനെ സ്ത്രീകളാകുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ്, പീരീഡ്സ്, പിന്നെ ഫാമിലി, എല്ലാത്തിന്റെ ഒരു മിക്സ് ഓഫ് ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ അതെല്ലാം ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഇരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു പെണ്ണ് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഒരു കാര്യം, നമ്മള് ഫ്രണ്ട്ഷിപ്പ് പാർട്ട്നേഴ്സ് ആയവരാണ്, പാർട്ട്ണർഷിപ്പ് ഫ്രണ്ട്സ് ആയവരല്ല. ഞങ്ങളൊരു 5-6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് മുന്നേ ഉണ്ട്, 4 പേരും. നമ്മൾ ഓൾറെഡി ആ ബോണ്ട് ഉള്ളവരാണ്. അതിൽ നിന്നാണ് ബിസിനസ് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് ബേസിക്കലി നമുക്കൊരു സിസ്റ്റർഹുഡ് ആണ് നമ്മൾ. അതായത് എനിക്ക് തോന്നുന്നു നോർമലി ഇപ്പൊ ഗേൾസിന്റെ റിലേഷൻ ഒരു 1 ഇയർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കില്ല, നമ്മളൊരു സിസ്റ്റർഹുഡ് ഫീലിലേക്ക് എത്തും, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് മാറും. പിന്നെ നമുക്കതൊരു സ്ട്രോങ് ബോണ്ട് തന്നെ ഉണ്ടാവാം. നമ്മളെ പറഞ്ഞില്ല, എത്ര അടി കൂടിയാലും ഇപ്പൊ സിസ്റ്റേഴ്സ് അടി കൂടിയാലും എത്ര നാളിരിക്കും, അതൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ 4 പേരും അടി ഉണ്ടാവില്ല അങ്ങനെയല്ല. നമ്മളിപ്പോ അയക്കാൻ്റെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് വരുമ്പോൾ 4 പേരും അടി കൂടാറുള്ളവരാണ്. അതെ, ഞങ്ങൾ 4 പേരും 4 സ്വഭാവമുള്ളവരാ, 4 ഒപ്പീനിയൻസ്, 4 സ്വഭാവം എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. 4 ടൈപ്പാണ് ഞങ്ങള്. പക്ഷെ നമ്മള് ഇപ്പം ഇർഫിന്റെ അഭിപ്രായം പറയുമ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ അതിനൊരു സോർട്ട് ചെയ്തിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തും. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേറൊരാൾക്ക് ഒരു ഈഗോയും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തില്ലാന്നോ അല്ലെങ്കിൽ ഇർഫ് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തില്ലാന്നോ ജേഷയ്ക്ക് അഫ്നൂൻ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം ആ ഒരു ഈഗോ ഇല്ല. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് അടി കൂടിയിട്ടാണെങ്കിൽ ലാസ്റ്റ് സോർട്ട് ചെയ്യും. പിന്നെ ഇന്ന് അടി കൂടിയല്ലോ, സോറി, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അത് വേറൊരു പ്ലസ് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ഐക്യല് ചിലപ്പം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അടി കൂടുന്നുണ്ടാവും, തൊട്ടിപ്പുറത്തെ ഒരു ആവശ്യത്തിന് ഞാൻ വേറെ നോർമലി വിളിക്കുന്നുണ്ടാവും. നമുക്ക് നമ്മളത് ബാധിക്കാറേ ഇല്ല. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ്സ് ഒക്കെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോ ഗ്രൂപ്പിൽ അടി കൂടുമ്പോൾ ചിലപ്പോൾ കേൾക്കുമല്ലോ നമ്മൾ വോയിസുകളായിട്ടോ പ്രശ്നമുണ്ടോ ഗ്രൂപ്പ്. കാരണം അവരൊക്കെ ചുറ്റും നമ്മളെ ചുറ്റും കുറെ പേരെ കണ്ടിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് പൊട്ടിയത്, പാർട്ട്നേഴ്സ് ചീറ്റ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. അപ്പൊ അവര് ഒന്ന് പറയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പക്ഷെ കൂടുതൽ അവർ ഇങ്ങനെ പേഴ്സണൽ അങ്ങനെ അയക്കാണ്ട് ഇൻഡീപ്പ് അവർ ഇടപെടാറില്ല. ശരിക്കും ഏറ്റവും പ്ലസ് ആണ്. ഞങ്ങൾ അങ്ങനെയാണ് ചിലപ്പോ കാര്യങ്ങൾക്ക് അതേ ഡീപ്പിൽ പറയുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് ഞാൻ ചിലപ്പോൾ ഇവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും, എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇന്നത് വേണം, ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നുണ്ടാവും. ബിസിനസിന് ബിസിനസ് ആയിട്ടും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഫാമിലി, ബിസിനസ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒരേപോലെ ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകാം. അത് നമ്മളിപ്പം പേഴ്സണൽ മാറ്റേഴ്സ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടെ സോർട്ട് ചെയ്യാൻ നമ്മൾ തന്നെയാണ്. പാർട്ട്നേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ചിലപ്പോൾ ഞാൻ ഇർഫോനോട് അല്ലെങ്കിൽ അഫ്നോട് ആയിരിക്കും. നമ്മുടെ ലൈഫ് മാറ്റേഴ്സ് ആണെങ്കിൽ കൂടി നമ്മൾ പക്ഷെ പറഞ്ഞില്ല, ഒരാളിപ്പോ ഒരു ഡിസിഷൻ എടുത്ത് വിചാരിച്ചിട്ട് അയ്യോ എന്നോട് പറയാതെ എടുത്തില്ലേ, ആ പ്രശ്നമില്ല. അത് ആർക്കും ഇതുവരെ ദൈവം സഹായിച്ചില്ല. അങ്ങനത്തെ ഒരു ഈഗോയും പ്രശ്നങ്ങളും നമുക്ക് ഇതുവരെ ഉണ്ടായില്ല. ഏറ്റവും ഒരു ബേസിക് സാധനം വേണ്ടതെന്ന് തോന്നുന്നു. നമുക്കിപ്പം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പം 4 ആൾ തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിലും എല്ലാരും വിചാരിക്കുന്നത് ഇത് സക്സസ്ഫുൾ ആക്കണം എന്നാണ്. അപ്പം ചിലർ വിചാരിക്കും എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല. അത് കൂടുതൽ സംഭവിക്കുക ഇനീഷ്യലി നമ്മൾ 4 പേരും ഒരേപോലെ വർക്ക് ചെയ്തതാ. പിന്നെ ഇത് നമ്മുടെ അതായത് ഒരാൾ ഇതിനായിട്ട് ഇറങ്ങണം എന്ന് ഇതായപ്പോൾ നമ്മളിപ്പോൾ ഞാനാണ് റിസൈൻ ചെയ്ത് ഞാൻ ഐക്യാനിൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇറങ്ങിയത്. അപ്പം ബാക്കി ഓരോരുത്തർ ഇപ്പോൾ ഇർഫു അല്ലാതെ വ്ളോഗും കാര്യങ്ങളുമായിട്ട് ഇർഫു ബിസിയാണ്, ജയ്ഷ ദുബായിലാണ്, അഫ്നു ദുബായിലാണ്, അങ്ങനെ ബിസി ആയിരിക്കും. അപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോകും. ചിലപ്പോൾ ഞാനായിട്ട് തീരുമാനം എടുക്കേണ്ട വരും. ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഇവർക്കത് മാറ്റർ അല്ല. ഞാനത് ഇൻഫോം ചെയ്തിരും, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇനി ഞാൻ ചെയ്യാൻ മറന്നാലും ഇവർക്കത് പ്രശ്നമല്ല.
ആ ഒരു ഈഗോ പ്രശ്നം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതൊരു ഏറ്റവും പ്ലസ് എന്താ വെച്ചാൽ ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് ഫാമിലിയും വേണം, ബിസിനസ്സും വേണം, ആ ഒരു മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് എന്നും അവൈലബിൾ ആവും. മെൻസ് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു മീറ്റിംഗ് അത് മാത്രമായിരിക്കും അവരുടെ ഇത്. അവർക്ക് അപ്പം ഇരിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പം വേറെ പണികൾ പലതും ചിലപ്പോൾ ഗസ്റ്റ് വരും. പക്ഷെ അത് ഗേൾസ് മാത്രം ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും നമ്മുടെ സിറ്റുവേഷൻസ്. ചില സമയത്ത് ഇപ്പൊ മീറ്റിംഗ് പറയുന്ന സമയത്ത് ഇപ്പൊ എനിക്കിപ്പം വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കത് ഇവർ മീറ്റിംഗ് ഇരുന്നിട്ട് ഇന്നതാണ് നമ്മൾ തീരുമാനിച്ചത് നമ്മൾ വന്ന് പറയും. എനിക്ക് അതുകൊണ്ട് ഗേൾസിന് മാത്രമേ പറ്റൂ. അത് മനസ്സിലാക്കി എടുക്കാൻ എനിക്ക് തോന്നുന്നു അവർക്കേ പറ്റത്തുള്ളൂ. ഇപ്പം ബോയ്സിനായാലും ഇപ്പൊ പെട്ടെന്നൊന്ന് കിച്ചണിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാ, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്മളിപ്പോ ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ അസ്മിന്റെ ടൂൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും പീരീഡ്സ് ആയോ, കാരണം നമുക്ക് മനസ്സിലാവും. നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു നമുക്ക് അത് ഗേൾസ് ആയതുകൊണ്ടാണ് പറ്റുന്നത്. ഒരേ സമയത്ത് മൂഡ് സ്വിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നല്ല രസമാണ്. അപ്പൊ നിങ്ങൾ 4 പേരെ എപ്പോഴും ഒന്ന് കാണാൻ കിട്ടുക? ഒരിടത്ത് ഞാനിങ്ങനെ 4 പേരെ കണ്ടിട്ടില്ല. അതായത് ഇത് ഞങ്ങൾ കുറെ ശ്രമിച്ചിട്ടുണ്ട് അതിന്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ 2 മാത്രമേ നാട്ടിലുള്ളൂ, ബാക്കി 2 ആക്ച്വലി ദുബായിലാണ് വർക്ക് ചെയ്യുന്നവരാ. ഒരാൾ വരുമ്പോ ഒരാൾ ഉണ്ടാവില്ല, 2 ഒരു സ്ഥലത്താണ് വർക്കിങ്ങും. അപ്പൊ 2 ഒന്നിച്ച് ലീവ് കിട്ടൂല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അതിലാണ് നമുക്ക് 4 ആൾക്കാരെ ഒന്നിച്ച് കാണാൻ പറ്റും. ഇപ്പം ഒരാളും കൂടെ നാട്ടിലുണ്ട്, പക്ഷെ ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇന്ന് വരുന്ന പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല.